ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഉണ്ടാക്കിയ ഒരു കിടിലൻ ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇത് നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനമാണല്ലോ. നേന്ത്രപ്പഴം, ശർക്കര, തേങ്ങ, ഇതൊക്കെ അധികം വീട്ടിലെപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പം പഴം ഇതാ നീളത്തിൽ അരിയണുണ്ട്. റൗണ്ട് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കുക, എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കട്ടോ. ഒന്നോ രണ്ടോ എത്ര പഴം വേണമെങ്കിലും വെച്ചിട്ടുണ്ടാക്കാം. ഇനി നമുക്ക് നീളത്തിൽ അരിഞ്ഞ നേന്ത്രപ്പഴം നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ്ക്ക് നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ട് വാട്ടിയെടുക്കാം. ഒന്ന് വാടി വന്നതിന് ശേഷം അതിൻ്റെ മേലെ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ആയി കിടന്നിട്ട് ഒന്ന് മെൽറ്റ് ആവണം. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി ചെയ്തിട്ട് കൊടുക്കാം. പഴം നെയ്യിൽ കിടന്ന് ഇങ്ങനെ വാടിയ അതിൽ കിടന്നിട്ട് ഇങ്ങനെ ഉടഞ്ഞ പോലെ ആവും. അപ്പോൾ ഇതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ശർക്കരയൊക്കെ മെൽറ്റായി സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ ഈ ഒരു ഐറ്റം വൈറലായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാനായി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഐസ്ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ സ്ട്രോബെറിൻ്റെ ഐസ്ക്രീമും വാനിലിൻ്റെ ഐസ്ക്രീമും കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രോബെറിൻ്റെ ഐസ്ക്രീമിന് ഒരു ടേസ്റ്റ് തോന്നിയില്ല. വാനിലിൻ്റെ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വാങ്ങിയത് വാനിലിൻ്റെ ഐസ്ക്രീം തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് ഐസ്ക്രീം പൊട്ടി കൊടുക്കേണ്ടത്. എന്നിട്ട് ഐസ്ക്രീമും പഴം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണ്ട കഴിക്കാൻ. തേനുണ്ടെന്നുണ്ടെങ്കിൽ മേലെ ഇങ്ങനെ കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.